ചെങ്ങായിമാർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുലർച്ചെ 3 മണിക്കുള്ള ഒരു കോള് മൂസക്കായൻ്റെ നമുക്ക് എയർപോർട്ടിൽ പോകാൻ നമ്മളെ ഫൈസലബായും നമ്മളെ മൂലൊരു നാട്ടിലേക്ക് പോവാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വണ്ടി കയറി ചാടി കയറിൻ്റെ ശേഷം നേരെ വിട്ട് പമ്പക്കിട്ട ചെങ്ങായിമാരെ. അപ്പോൾ ചെങ്ങായിമാർ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫൈസലബായും അതേപോലെ നമ്മളെ മൊയിലേരും നാട്ടിലേക്ക് പോകാട്ടെ. നമ്മളെ തങ്ങൾപ്പാപ്പ ഉണ്ട്, നമ്മളെ മൂസക്കായ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ദുബായ് പറ്റി എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെർമിനൽ 2 നമ്മൾ പോകാനുള്ള പരിപാടി ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള പോണ യാത്ര വേറെ ലെവൽ സംഭവം. ഫ്ലൈറ്റ് ഇങ്ങനെ തലൻ്റെ മിന്നായ പോലെ ഉണ്ട് പോവാട് ചെങ്ങായിമാരെ. ഫ്ലൈറ്റ് കാണുമ്പോൾ തന്നെ നാട്ടിൽ പോകാൻ തോന്നുന്നു. അജാതി കോലത്തിലായിരുന്നു ഫ്ലൈറ്റ് പോയെന്ന് ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ നമ്മൾ നേരെ വിട്ട് പള്ളിക്കിട്ട് ചെങ്ങായിമാരെ. അപ്പോൾ സുബൈഭാഗം കൊടുത്തിരുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പുറത്ത് കയറി ചാടിക്കാൻ ഇറങ്ങി ചെങ്ങായിമാർ. അവിടെ എത്തിയപ്പോൾ നല്ലൊരു ഹോട്ടൽ കിട്ടിയിരുന്നു, കഫ്തീര. അവിടെ നല്ലൊരു ചിക്കൻ ചില്ലി എന്നപ്പോൾ ചെങ്ങായിമാർ മനസ്സൊന്നും ക്ലിയറായി. ചായയും സമൂസൊക്കെ സൂപ്പർ സംഭവങ്ങളായിരുന്നു. അങ്ങനെ അവിടെ കുറച്ചേരം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത്. എയർപോർട്ടിൽ പോകുമ്പോൾ ചെങ്ങായിമാർ ടെർമിനൽ 2 പോകുമ്പോൾ പാർക്കിങ് പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് മാറി കയറിയതാ പാർക്കിങ്. ആ കിടക്കുന്ന 30 ദിർഹംസ് ആ കിണ്ടിയും പള്ളി ഇങ്ങോട്ട് പറഞ്ഞിങ്ങനെ 30 ദിർഹംസ് പോയ പോക്കൊരു വഴിയില്ല. അങ്ങനെ നേരെ ഞങ്ങൾ ഹെർമേറ്റിൽ ഇറക്കിയതിൻ്റെ ശേഷം അപ്പോൾ മൂസക്കായി കെട്ടിപ്പിടിക്കലും ഇപ്പോൾ തങ്ങൾ പാപ്പ അവിടെ ഒരു കെട്ടിപ്പിടിക്കലും ഒക്കെ കൂടി ഒരു ജഗ പോക. പിന്നെ നമ്മളും നോക്കില്ല, നമ്മളൊരു കെട്ടിപ്പിടുത്തു. അങ്ങനെ അവരൊക്കെ താറ്റ പറഞ്ഞു നേരെ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ നേരെ റിട്ടേൺ വീട്ടിലേക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ദുബായ് നീക്കണമ്പോൾ പോക്കുന്നുണ്ടെങ്കിൽ വേറെ ലെവല് സംഭവമായിട്ട് ചെങ്ങന്മാരെ. ഇന്ന് ചെങ്ങന്മാരെ നമ്മൾ റേഷൻ കടയ്ക്ക് പോകണം. നമ്മുടെ നാട്ടിൽ നിന്ന് റേഷൻ കട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബൽദിലേക്ക് പോകുക എന്നാണ് പറയുക. ഇവിടെ അങ്ങനെ സാധനം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു ഐ ഡി കിട്ടും. നമ്മളെ എമിറേറ്റ്സ് ഐ ഡി എടുത്തിട്ട് നേരെ നമ്മൾ ജമിയയിൽ പോവുക അല്ലെങ്കിൽ ബൽദിയേക്ക് പോകുക. അവർ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെ നേരെ ഒരു മക്കീനിൽ കുത്തും. എന്നിട്ട് അവയിൽ നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടി, അരി അതേമാതിരി പഞ്ചസാര എന്തൊക്കെ വേണ്ടിയെന്ന് അവർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ലീസ്റ്റ് തന്ന് നാട്ടിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ട കാര്യങ്ങളൊന്നും ഫുൾ അടിപൊളി സിസ്റ്റമായിട്ട് ചെങ്ങന്മാരെ കൂടെ. എന്നിട്ട് നേരെ അവരെ ഗാരേജിലേക്ക് പോയിട്ട് അവിടുന്ന് സാധനം ലോഡാക്കലാണ് പരിപാടി. അതെങ്ങനെയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. ഒക്കെ അപ്പോൾ അടുത്ത വീഡിയോക്ക് കാത്തുക. ഓക്കെ, ബൈ.